രാഷ്ട്രീയ സ്വഭാവമുള്ള പാർട്ടിയായി സിപിഐ മാറിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയകുമാർ. മണ്ണൂരിൽ സിപിഎം നേതാവ് കെ കരുണാകരൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ജില്ലയിൽ ആകെ നഷ്ടപ്പെട്ടത് 8 പഞ്ചായത്ത് മാത്രമാണ്. ജില്ലാ പഞ്ചായത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിൽ 4-5 സീറ്റുകൾ കോൺഗ്രസിന് BJPയുടെ സഹായത്തോടു കൂടി അധികം കിട്ടി. ഇവിടെ 7 ജില്ലാ പഞ്ചായത്തുകളിൽ സംസ്ഥാനത്ത് നാം വിജയിക്കുകയുണ്ടായി. ഏതാണ്ട് 100ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ പരാജയപ്പെട്ടു. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നാം പരാജയപ്പെടുകയില്ല. പരാജയം എവിടെയുണ്ടായോ അവിടെയൊക്കെ BJPയും കോൺഗ്രസും തമ്മിൽ അവിഹിതവും അവിശുദ്ധവുമായ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന കാര്യം CPIക്കാർ മറക്കണ്ട. തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPMന്, ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറി. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളത്. CPI അഹങ്കാരവും രാഷ്ട്രീയവും അവകാശവാദവും ഉന്നയിച്ച CPIയെ മണ്ണൂർ പഞ്ചായത്തിൽ നിലംപരിശാക്കുന്ന ജനവിധിയാണ് ഇത്തവണ കണ്ടതെന്നും എസ് അജയകുമാർ പറഞ്ഞു. മൺമറഞ്ഞ CPM നേതാവ് കെ കരുണാകരൻ അനുസ്മരണ പൊതുയോഗം മണ്ണൂർ പെരടിക്കുന്നിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ CPM ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗ്രാമ, ജില്ലാ, ബ്ലോക്ക് ജനപ്രതിനിധികളെ കരുണാകരൻ സ്മാരക വായനശാലയ്ക്ക് വേണ്ടി എസ് അജയകുമാർ ആദരിച്ചു. ലൈബ്രറിയൻ നിഷ കരുണാകരൻ സ്മാരക വായനശാലയ്ക്ക് 10,000 രൂപ വിലയുള്ള പുസ്തകങ്ങൾ കൈമാറി. PS അബ്ദുൾ മുത്തലി, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, MK ബാലകൃഷ്ണൻ, P അബ്ദുൾ ഹക്കീം, വാർഡംഗം IN ജയന്തി, M സുരേഷ് എന്നിവർ സംസാരിച്ചു. ഉത്തരങ്ങനെ അതിൽ അടി നിൽക്കുമ്പോൾ ഞാൻ ഉണ്ടാവുകൊണ്ടാണ് ഇത് താങ്ങുന്നത്. കേവലം 5% വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPI. ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോയിട്ടൊരു പഞ്ചായത്തിൽ പോണ്ടേ, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞല്ലേ മണ്ണൂർ പഞ്ചായത്ത് മത്സരിച്ച്. എന്നിട്ടിപ്പോൾ എന്തായി? അഹങ്കാരം, ദാഷ്ട്യം, അതിരുകടന്ന അവകാശവാദത്ത് മണ്ണൂർ പഞ്ചായത്തിൽ അന്ത്യം കുറിക്കുന്ന CPIയെ ഏതാണ്ട് എന്താ പറയുക, നിലം പരിശാക്കുന്ന രൂപത്തിലുള്ള ഒരു ജനവിധിയായി ഇവിടെ മാറിയിരിക്കുന്നു. ഇതാണ് CPI. മനോരമയിൽ, മാതൃഭൂമിയിൽ വാർത്ത വരാൻ വേണ്ടി CPMനെതിരായ എന്തെങ്കിലും പറയുന്നത് ബിനോയ് വിശ്വം ഒരു കലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു അടി നടന്നാൽ അതിലൊരു ഭാഗത്ത് SFI ഉണ്ടായാൽ അതിൻ്റെ കാര്യകാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു 4ാംകിട രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് ബിനോയ് വിശ്വം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അഗളി പഞ്ചായത്തിൽ തോൽക്കാൻ CPM ആണോ കാരണം?